ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. വൈദേഹി തന്നോടു യാത്ര ചൊല്ലിടുവാൻ മോദേന സീതാഗൃഹം പുക്കരുളിനാൻ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുത്ഥാനവും ചെയ്തു. കാഞ്ചന പാത്രസ്ഥമായ തോയം കൊണ്ടു വാഞ്ചയാത്രിക്കാൽ കഴുകിച്ചു സാദരം. മന്ദാക്ഷമുൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ. ആരുമകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതു ബന്ധു കൃപാനിധേ. വാരണവീരനെങ്ങു മമ വല്ലഭ ഗൗരാതപത്രവും താലവൃന്ദാദിയും ചാമരദ്വന്ദ്വവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യലങ്കാരവും സാമന്ത ഭൂപാലരെയും പിരിഞ്ഞ ധീരോമാഞ്ചമോടെഴുന്നള്ളിയതെന്തയ്യോ. യുദ്ധം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വീപതിസുതൻ താനുമരുൾ ചെയ്തു. തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറികടോ. ഞാനതു പാലിപ്പതിനാശു പോകുന്നു. മാനസേ ഖേദമിളച്ചു വാണിടുക. മാതാവു കൗസല്യ തന്നയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ. ഭർതൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തമാഹന്ത ചൊല്ലിടിനാൾ. രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോളമാസ്ഥയുണ്ടല്ലോ ഭവാനെ പിതാവിനും. എന്നിരിക്കെ വനരാജ്യം തരുവതിനിന്നു തോന്നിയിടുവാൻ എന്തൊരു കാരണം. മന്നവൻ താനല്ലയോ കൗതുകത്തോടുമിന്നലെ രാജാഭിഷേകമാരംഭിച്ചു. സത്യമോ ചൊല്ലു ഭർത്താവേ വിരവോടു വൃത്താന്തമെത്രയും ചിത്രമോർത്താലിതം. എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. തന്വീ കുലമൗലി മാലികേൾ കേൾക്കനീ. മന്നവൻ കേകയ പുത്രിയാമമ്മയ്ക്ക് മുന്നമേ രണ്ടുവരം കൊടുത്തിടിനാൻ. വിണ്ണവർ നാട്ടിൽ സുരാസുരയുദ്ധത്തിനന്യൂന വിക്രമം കൈക്കൊണ്ടുപോയ നാൾ. ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിന്നയക്കെന്നു മറ്റേതും. സത്യവിരോധം വരുമെന്നു തന്നെ ചിത്തേ നിരൂപിച്ചു പേടിച്ചു താതനും. മാതാവിനാശുവരവും കൊടുത്തിതു താതനതുകൊണ്ടു ഞാനിന്നു പോകുന്നു. ദണ്ഡകാരണ്യേ 14 വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ
നീ അതിനേതും മുടക്കം പറകൊല്ല, മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴ്ക നീ. രാഘവനിത്തം പറഞ്ഞതു കേട്ടൊരു രാഗാശശിമുഖി താനുമരുൾ ചെയ്തു. മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ, മമ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നതുചിതമല്ലൊന്നുകൊണ്ടും ഭവാനെന്നു ധരിക്കണം. കാകുസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോടു ചൊല്ലിയിടിനാൾ, എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ. ഘോരസിംഹവ്യാഘ്രസൂകരസൈരിഭവാരണവ്യാളഭല്ലൂകമൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ, കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം. നാരീജനത്തിനെല്ലാം വിശേഷിച്ചുമൊട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടടോ. മൂലഫലങ്ങൾ കട്വമ്ല കഷായങ്ങൾ ബാലേ ഭുജിപ്പതിനാകുന്നതും തത്ര. നിർമ്മല വ്യഞ്ജനാപൂപാന്നപാനാദി സന്മധുക്ഷീരങ്ങളിൽ ഒരു നേരവും നിന്നോന്നത ഗുഹാഗഹ്വര ശർക്കര ദുർമാർഗമെത്രയും കണ്ടകവൃന്ദവും. നേരെ പെരുവഴിയുമറിയാവതല്ലാരെയും കാൺമാനുമില്ലറിഞ്ഞിടുവാൻ. ശീതവാദപീഡയും പരമാം പാദചാരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്കയില്ലാർക്കും അറികടോ. എന്നോടെ ചൊല്ലിനാൽ മാതാവു തന്നെയും നന്നായി പരിചരിച്ചിങ്ങിരുന്നേടുക. വന്നീടുവൻ 14 സംവത്സരം, ചെന്നാലതിനുടനില്ലൊരു സംശയം. വൈദേഹി തന്നോട് യാത്ര ചൊല്ലിയിടുവാൻ മോദേന സീതാഗൃഹം പൊക്കരുളിനാൻ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതം ഉത്ഥാനവും ചെയ്തു. ഭർത്താവിനെ കണ്ട് ഉടനെ തന്നെ മന്ദഹാസത്തോടെ എഴുന്നേറ്റിട്ട് നേരെ പോയി കാഞ്ചനപാത്രസ്ഥമായ സ്വർണപാത്രത്തിൽ ഉണ്ടായിരുന്ന തോയം കൊണ്ട്, വെള്ളം കൊണ്ട് വാഞ്ചയ ഇഷ്ടത്തോടുകൂടെ തൃക്കാൽ കഴുകിച്ചു സാദരം. ഭർത്താവിൻ്റെ കാൽ കഴുകിച്ചു. പിന്നീട് മന്ദാക്ഷമുൾക്കൊണ്ട് ആ ഒരു കടക്കൺ നോട്ടത്താൽ അല്ലെങ്കിൽ നല്ല സുന്ദരമായ മിഴികളോടുകൂടിയ ആ ദേവി മന്ദസ്മിതം ചെയ്ത് സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ. ഇപ്രകാരം ശ്രീരാമചന്ദ്രനോട് ചോദിക്കുകയാണ്, ആരും അകമ്പടി കൂടാതെ ശ്രീപാദചാരേണ, കാരണം യുവരാജാവായി അഭിഷേകം ചെയ്തു വരും എന്നാണ് സീതാദേവി പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല വരേണ്ടത്, ഇപ്പോൾ വന്ന പോലെയല്ല, ആ ഒരു അകമ്പടിയൊക്കെ ആയിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ച ആ ഭർത്താവിനെ ഇപ്പോൾ ഏകനായിട്ട് വന്നത് കണ്ടിട്ട് ചോദിക്കുകയാണ്, ശ്രീപാദചാരേണ, അങ്ങയുടെ ആ ഒരു ഐശ്വര്യമൊത്ത പാദത്താൽ വന്നത്, അതായത് ഒറ്റയ്ക്ക് വന്നതും എന്ത് കൃപാനിധേ. വാരണവീരനെങ്ങു മമ വല്ലഭ, ആനയും അമ്പാരിയുമൊക്കെ എവിടെ? ഗൗരാതപത്രം, ആ വെളുത്ത വെൺകൊറ്റക്കുട എവിടെ? താലവൃന്ദാദി
ചാമരദ്വന്ദ്വം, ചാമരങ്ങൾ, 2 ചാമരങ്ങൾ വീശുന്ന അത്, വാദ്യഘോഷങ്ങൾ, ചാമീകര ആഭരണാദി അലങ്കാരം, ഒരു അലങ്കാരവുമില്ലാതെ സ്വർണാഭരണങ്ങളൊന്നും ധരിക്കാതെയാണ് വരുന്നത്. സാമന്ത ഭൂപാലരെയും പിരിഞ്ഞ്, സാമന്ത രാജാക്കന്മാരെന്നാൽ ഇവിടെ രാജ്യാഭിഷേകം കാണാൻ വേണ്ടി ക്ഷണിച്ചു വരുത്തിയ മറ്റ് രാജാക്കന്മാരെയും പിരിഞ്ഞ് അതിരോമാഞ്ചമോടെ, ഇവിടെ രോമാഞ്ചം എന്നതുകൊണ്ടൊരു വേപധു, ഒരു വ്യഥ മുഖത്ത് കാണാം. അങ്ങനെ എഴുന്നള്ളിയത് എന്തയ്യോ, ഇതെന്തു പറ്റി? ഇത്തം വിദേഹാത്മജാവചനം, വിദേഹ രാജാവായ ജനകന്റെ മകൾ, അതാണ് വിദേഹാത്മജ, വൈദേഹി. ആ വചനം കേട്ട് പൃഥ്വീപതി സുതൻ, രാജകുമാരനായ ശ്രീരാമചന്ദ്രൻ താനും അരുൾ ചെയ്തു. തന്നിതു ദണ്ഡകാരണ്യരാജ്യം, അവിടെയും പറയുകയാണ്, എനിക്ക് ദണ്ഡകാരണ്യമാകുന്ന രാജ്യമാണ്. മമ, എനിക്ക് തന്നതെന്തിനാണ്? പുണ്യം വരുത്തുവാൻ. ഞാൻ അങ്ങനെ കാട്ടിൽ പോയിട്ട് ഋഷിമാരെയൊക്കെ കണ്ട് അവരുടെ ആ ഒരു സത്സംഗം കൊണ്ട് എനിക്ക് പുണ്യം വരുത്തുവാനായിട്ട് താതൻ എനിക്ക് ദണ്ഡകാരണ്യ രാജ്യമാണ് വിധിച്ചിരിക്കുന്നത്. ഞാനത് പാലിപ്പതിനാശു പോകുന്നു. മാനസേ ഖേദമിളച്ചു വാണിയിടുക, നീ ദുഃഖിക്കരുത്. മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്ത്, അമ്മയെ ശുശ്രൂഷിച്ച് സുഖേന വസിക്ക നീ വല്ലഭേ. ഇതൊക്കെ ഒരു വെറുതെ പറയുന്നതാണെന്ന് ശ്രീരാമചന്ദ്രനും അറിയാം. പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ സീതാദേവിക്ക് ദുഃഖമില്ലാതിരിക്കാൻ തനിക്ക് ദുഃഖമില്ല എന്ന് വരുത്താനുള്ള ഒരു ശ്രമമാണ്. ഭർത്തൃവാക്യം കേട്ട് ജാനകിയും രാമഭദ്രനോടിത്തമാഹന്ത ചൊല്ലിയിടിനാൾ. അതിശയമായി സീതയ്ക്ക്. കാരണം രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോളമാസ്ഥയുണ്ടല്ലോ ഭവാനെ പിതാവിനും. അങ്ങ് പകൽ മുഴുവൻ അച്ഛന്റെ കൂടെ, രാജാവായിട്ടുള്ള ദശരഥ മഹാരാജാവിന്റെ കൂടെ തന്നെയാണ്. അപ്പൊ രാത്രിയിൽ കിടക്കാൻ അന്തഃപുരത്തിലേക്ക്, തന്റെ സ്വന്തം അന്തഃപുരത്തിലേക്ക് വരുമ്പോൾ പോലും ആ ഒരു കുറച്ചു നേരത്തെ വിരഹം പോലും പൊറാതോളം സഹിക്കാൻ പറ്റാത്തൊരു ആസ്ഥ, ദുഃഖമുള്ള ആളാണല്ലോ അച്ഛനായിട്ടുള്ള ദശരഥ മഹാരാജാവ്. എന്നിരിക്കെ വനരാജ്യം തരുവാൻ, അങ്ങനെ കുറേ ദിവസം ഇങ്ങനെ കാണാതിരിക്കാനുള്ള ആ ഒരു സാധ്യതയുള്ള വനരാജ്യം, അങ്ങേക്ക് ഈ ദണ്ഡകാരണ്യമൊക്കെ തരുവാൻ, അതിനിന്ന് തോന്നിയിടുവാൻ എന്തൊരു കാരണം? അത് അതിശയമായിരിക്കുന്നു. മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജാഭിഷേകം ആരംഭിച്ചു. ഇതേ രാജാവ് തന്നെയല്ലേ ഇന്നലെ അങ്ങയുടെ ആ അഭിഷേകത്തിനുള്ള തുടക്കം കുറിച്ചത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സത്യമോ ചൊല്ലു ഭർത്താവേ വിരവോട്, ഒന്ന് പെട്ടെന്ന് പറയൂ, എന്താ സംഭവിച്ചത്? വൃത്താന്തമെത്രയും ചിത്രമോർത്താലിതം, ആകെ വിചിത്രമായിരിക്കുന്നു. ഒരു രാത്രി കൊണ്ട് എന്ത് മാറ്റമാണ് ഇവിടെ വന്നത് എന്നത് കേട്ടരുൾ ചെയ്തു രഘുവരൻ. തന്വീകുല മൗലി മാലികേ. തന്വീകുലം, തന്വീകുലം എന്നാൽ സുന്ദരിമാരുടെ കുലം. അതിന് മൗലിയായിട്ടുള്ള, മകുടമായിട്ടുള്ള, അത്രയും സുന്ദരിയായിട്ടുള്ള അല്ലയോ സീതാദേവി, കേൾക്ക നീ. മന്നവൻ, രാജാവ്, കേകയപുത്രിയാമമ്മയ്ക്ക് മുന്നമേ 2 വരം കൊടുത്തിടിനാൻ. വിണ്ണവർ നാട്ടിൽ, ദേവന്മാരുടെ നാട്ടിൽ സുരാസുര യുദ്ധത്തിന് അന്യൂന വിക്രമം കൈക്കൊണ്ടുപോയ നാൾ, അത്രയും പരാക്രമശാലിയായിട്ടിരുന്ന ആ നാൾ യുദ്ധത്തിന് പോയ സമയത്താണ് വരം കൊടുത്തത്. അതാണ് ഇപ്പോൾ ചോദിച്ചത്. അതിലൊന്ന് ഭരതനെ വാഴിക്കുന്നതും എന്നെ വനത്തിനയക്കെന്ന് മറ്റേതും. അപ്പോൾ ഇപ്പോഴത് എന്നോടിങ്ങനെ വിധിക്കാൻ കാരണം സത്യവിരോധം വരുമെന്ന് തന്നുടെ ചിത്തേ നിരൂപിച്ച് പേടിച്ച് താതനും, അല്ലാതെ എന്നോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല. ഇനി അത് മാറ്റിയാൽ സത്യവിരോധം വരും എന്ന് പേടിച്ചാണ് അച്ഛൻ മാതാവിനാശു വരവും കൊടുത്തുപോയി. അതൊരു സത്യമാണ്, അതിനെ പാലിച്ചേ പറ്റൂ. താതൻ
മാതാവിന് വരവും കൊടുത്തിതു താതൻ, അതുകൊണ്ട് ഞാൻ ഇന്ന് പോകുന്നു. അതുകൊണ്ട് ആ സത്യം പാലിക്കാനായിട്ട് ഞാൻ ഇതാ പോകുന്നു. ദണ്ഡകാരണ്യേ 14 വത്സരം ദണ്ഡമൊഴിഞ്ഞ് ഒരു വിഷമവും എനിക്കില്ല, അങ്ങനെ വസിച്ചു വരുവൻ ഞാൻ. നീ അതിനേതും മുടക്കം പറകൊല്ല. നീ വിഷമിക്കരുത്, അതാണ് എനിക്കൊരു പ്രശ്നമുള്ളൂ. മയ്യൽ കളഞ്ഞ്, നീ എല്ലാ ദുഃഖവും കളഞ്ഞ് മാതാവുമായി വാഴുക. രാഘവൻ ഇത്തം പറഞ്ഞത് കേട്ടൊരു രാകാശശിമുഖി താനും അരുൾ ചെയ്തു. രാകാശശിമുഖി പൂർണ്ണചന്ദ്രന്റെ മുഖത്തോടുകൂടിയ ആ സുന്ദരി. വളരെ രസകരമായിട്ടാണ് സീതാദേവി പറയുന്നത്. ഞാൻ വരട്ടെ എന്നോ അങ്ങനെ അനുവാദമൊന്നുമല്ല പറയുന്നത്. മുന്നിൽ നടപ്പവൻ വനത്തിന് ഞാൻ മുമ്പിലുണ്ടാകും. മമ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ. അങ്ങെന്റെ പിന്നിൽ വന്നാൽ മതി. എന്നെ പിരിഞ്ഞു പോകുന്നത് ഉചിതമല്ല ഒന്നുകൊണ്ടും ഭവാൻ എന്ന് ധരിക്കണം. യാതൊരു സംശയത്തിനും ഇടയില്ലാതെ ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള വാക്കുകളാണ് സീതാദേവി പറയുന്നത്. അല്ലാതെ ഞാൻ വരട്ടെ, എന്നെ കൊണ്ടുപോകുമോ, അങ്ങനെയൊന്നുമല്ല. അതാണ് ആ ഒരു പതിവ്രതയുടെ ആ ഒരു ദൃഢതയാണ് ആ കാണിക്കുന്നത്. കാകുസ്ഥനും പ്രിയവാദിനിയാകിയ കാകുസ്ഥൻ, ആ ഒരു വംശത്തിൽ പിറന്ന ശ്രീരാമചന്ദ്രൻ, പ്രിയവാദിനി, തനിക്ക് എപ്പോഴും പ്രിയപ്പെട്ട വാക്കുകൾ മാത്രമേ സാധാരണ സീതാദേവി പറയാറുള്ളൂ. പക്ഷേ ഇപ്പോഴുള്ള ഈ ഒരു വാക്ക് കേട്ടിട്ട് തീർച്ചയായും ഒരു ഭർത്താവ് എന്ന നിലയിൽ ഉള്ളിൽ അത്രയും സന്തോഷമുണ്ടാകും. ഏത് ഭർത്താവിനാണ് ഇഷ്ടപ്പെടാത്തത് ഇങ്ങനെ ഒരു ഭാര്യ പറയുമ്പോൾ? എങ്കിലും നാഗേന്ദ്രഗാമിനിയോട്, ഇവിടെ നാഗേന്ദ്രഗാമിനി എന്നാൽ ആന നടക്കുന്നത് പോലെയുള്ള നടത്തമാണ് ആ ഒരു സ്ത്രീ സൗന്ദര്യം എന്ന് കവികൾ വാഴ്ത്താറുണ്ട്. അതാണ് നാഗേന്ദ്രഗാമിനി, ആനയെ പോലെയുള്ള നടത്തമുള്ള ആ സുന്ദരി എന്ന് മാത്രമേ ഇവിടെ അർത്ഥമുള്ളൂ. അങ്ങനെ സുന്ദരിയായിട്ടുള്ള സീതാദേവിയോട് ചൊല്ലിനാൻ, എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത്? തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ, പകൽ സമയത്ത് പോലും അത്രയും കൂരിരുട്ടായിരിക്കും. അങ്ങനെയുള്ള ഘോര വനങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. മാത്രമോ ഘോര സിംഹ വ്യാഘ്ര സൂകര സൈരിഭം, സിംഹം, വ്യാഘ്രം കടുവ, സൂകരം പന്നി, സൈരിഭം കാട്ടുപോത്ത്, വാരണം കാട്ടാനകൾ, വ്യാളം പെരുമ്പാമ്പുകൾ, ഭല്ലൂകം കരടി, വൃകം ചെന്നായകൾ ഇത്യാദികൾ. ഇതൊന്നും പോരാതെ മാനുഷഭോജികളായുള്ള രാക്ഷസർ, മനുഷ്യരെ തന്നെ തിന്നുന്ന രാക്ഷസന്മാർ, കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ട്. അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത, എവിടുന്ന എങ്ങനെയാ ആക്രമിക്കുക എന്ന് പറയാൻ പറ്റില്ല. അവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം, പുരുഷന്മാരായ നമുക്ക് പോലും ഭയമുണ്ടാകുന്നതാണ് അവയുടെ ആ ഒരു പെരുമാറ്റമൊക്കെ. അപ്പോൾ പിന്നെ നാരീജനത്തിനെല്ലാം വിശേഷിച്ചുമൊട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടടോ. പൊതുവെ സ്ത്രീകൾക്ക് ഭയം കൂടുതലാണ് എന്നാണ് പറയുക. അപ്പോൾ ഞങ്ങൾക്ക് പോലും പേടിയുണ്ടാകുന്ന ആ വനത്തിലേക്ക് എങ്ങനെ നിന്നെ കൊണ്ടുപോകാനാണ്? മാത്രമല്ല ഇനി പറയുന്ന മറ്റു ബുദ്ധിമുട്ടുകൾ, മൂലഫലങ്ങൾ, കായ്കനികളൊക്കെയാണ് ഭക്ഷിക്കേണ്ടി വരിക. കടു അമ്ല കഷായങ്ങൾ, കടു കയ്പുള്ളത്, അമ്ളം പുളിപ്പ് രസമുള്ള, കഷായം ചവർപ്പുള്ള, ഇങ്ങനെയൊക്കെ കിട്ടുന്നതായിരിക്കും. അവിടെ നിന്നുള്ള ഏത് തരത്തിലുള്ള ഫലമാണ് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ മധുരമുള്ളതൊന്നും കിട്ടില്ല. ബാലേ, സുന്ദരി, പറയുന്നത് കേൾക്കൂ. ഭുജിപ്പതിനാകുന്നതും അവിടെ ഇങ്ങനെയൊക്കെ ഭക്ഷിക്കാൻ കിട്ടുകയുള്ളൂ. തത്ര, അവിടെ. ഇനി ഇവിടെ രാജകൊട്ടാരത്തിലെ ഭക്ഷണങ്ങൾ എങ്ങനെയൊക്കെയാണ്? നിർമ്മല വ്യഞ്ജന ആപൂപ അന്നപാനാദി, നിർമ്മലമായിട്ട്, വളരെ നിർമ്മലമായിട്ട് ശുദ്ധമായിട്ടുള്ള വ്യഞ്ജനം, പല വ്യഞ്ജനങ്ങൾ കൊണ്ടുള്ള ഭക്ഷണം. ആപൂപം എന്നാൽ ഒരു തരം പലഹാരം, അന്നപാനങ്ങൾ, അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ. ഒപ്പം സന്മധു, നല്ല തേന്,
ക്ഷീരം, ശുദ്ധമായ നറുംപാല്, ഇങ്ങനെയൊക്കെ കഴിച്ച് ശീലിച്ച നിനക്ക് ഇല്ലൊരു നേരവും ഇതൊന്നും അവിടെ കിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഒപ്പം നിമ്ന ഉന്നത ഗുഹാഗഹ്വരം, എവിടെയൊക്കെയാ കിടക്കേണ്ടി വരിക, എങ്ങനെയൊക്കെയാ നടക്കേണ്ടി വരിക. നിമ്നം വളരെ താഴ്ന്ന പ്രദേശമുണ്ടാവും, പിന്നീട് കയറ്റം, ഉന്നതമായിട്ട് കയറ്റമുണ്ടാകും. ഗുഹകളിലൊക്കെ ആയിരിക്കും കിടക്കേണ്ടി വരിക. ഗഹ്വരം, കിടങ്ങുകൾ. പിന്നെ ശർക്കര എന്ന് വെച്ചാൽ കല്ലുകൾ, വലിയ വലിയ കല്ലുകൾ. ഇങ്ങനെ കല്ലും മുള്ളുമൊക്കെ നിറഞ്ഞ ദുർമാർഗമെത്രയും കണ്ടകവൃന്ദവും. കണ്ടകം എന്നാൽ മുൾച്ചെടികൾ നിറഞ്ഞ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ആ കാട്ടുവഴിയിൽ നേരെ പെരുവഴിയും അറിയാവതല്ല, അങ്ങനെ ഒരു കൃത്യമായ വഴിയൊന്നും കാട്ടിലില്ല. അതങ്ങനെ തെളിച്ച് നമ്മൾ പോവുകയാണ്. അങ്ങനെ ഒരു കൃത്യമായൊരു വഴി പോലും ഇല്ലാത്ത ആ അറിയാവതല്ല ആരെയും കാണാനും, അവിടെ ഒരാളെയും നിനക്ക് കാണാനും സാധിക്കില്ല. ഇല്ല അറിഞ്ഞിടുവാൻ, ഇതൊന്നും പറഞ്ഞു തരാൻ ഒരാളെയും നമുക്ക് കാണാനും സാധിക്കില്ല. ഇനി പറയുന്നു, ശീത വാത ആതപപീഡ, തണുപ്പുള്ള സമയത്ത് അത് സഹിക്കേണ്ടി വരും. വാതം, നല്ല കാറ്റുണ്ടാവുമ്പോൾ അത് സഹിക്കണം. ആതപം, കനത്ത ചൂടുള്ള ചില പ്രദേശങ്ങളും ഉണ്ടാകും. അങ്ങനെ അതിൻ്റെയൊക്കെ പീഡയും പാരമാം പാദചാരേണ, ഇനിയോ പാദരക്ഷയൊന്നും കൂടാതെ വെറും കാലുകൊണ്ട്, നഗ്ന പാദങ്ങൾ കൊണ്ട് നടക്കേണ്ടി വരും. ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്കയില്ലാർക്കും അറികടോ. ഇനി ദുഷ്ടരായ രാക്ഷസന്മാർ ഒന്നും നോക്കില്ല, അപ്പോൾ തന്നെ അങ്ങ് പിടിച്ചു തിന്നും. അതൊന്നും നിനക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്നോട് ചൊല്ലിനാൽ, ഞാൻ ഈ പറഞ്ഞത് അനുസരിച്ച് മാതാവ് തന്നെയും നന്നായി പരിചരിച്ചിങ്ങിരുന്നിടുക, ഇവിടെ സുഖമായിട്ട് കഴിയുക, അതാണ് നിനക്ക് നല്ലത്. വന്നിടുവൻ 14 സംവത്സരം ചെന്നാൽ, വെറും 14 വർഷം, വളരെ നിസ്സാരമായിട്ട് പറയുകയാണ്. വെറും 14 വർഷം കഴിഞ്ഞാൽ ചെന്നാൽ അതിനുടനില്ലൊരു സംശയം, ഇത് അതിൻ്റെ പിറ്റേന്ന് എന്ന പോലെ ഞാൻ ഇങ്ങോട്ട് എത്തും. അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിച്ച് അമ്മയെ നോക്കി ഇവിടെ വാഴുക എന്ന് ശ്രീരാമദേവൻ സീതാദേവിയെ ഉപദേശിച്ചു. ശ്രീരാമവാക്കു കേട്ടോരു വൈദേഹിയും ആരൂഢതാപേന പിന്നെയും ചൊല്ലിനാൾ, നാഥ പതിവ്രതയാം ധർമ്മപത്നി ഞാൻ, ആധാരവുമില്ല മറ്റെനിക്കാരുമേ. പാദശുശ്രൂഷാവ്രതം മുടക്കായമേ, നിന്നുടെ സന്നിധവു സന്തതം വാണിടുമെന്നെ മറ്റാർക്കാനും പീഡിച്ചു കൂടുമോ. വല്ലതും മൂലഫലജലാഹാരങ്ങൾ വല്ലഭോച്ഛിഷ്ടമെനിക്കമൃതോപമം. ഭർത്താവു തന്നോടു കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങളെനിക്കതും പുഷ്പബാണോപമാ നീ വെടിഞ്ഞിടുല. ഏതുമേ പീഡയുണ്ടാകയില്ലെൻ മൂലം, ഭീതിയുമേതുമെനിക്കില്ല ഭർത്താവേ. കശ്ചിൽ ദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടരുളി ചെയ്തു, ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്ക് സങ്കടമില്ലേതും. യുദ്ധം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നതു സത്യമതിങ്ങിയുമൊന്നു ചൊല്ലിടുവൻ. രാമായണങ്ങൾ പല
പലതും കവിവരരാമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ. പാണിഗ്രഹണ മന്ത്രാർത്ഥവുമോർക്കണം, പ്രാണാവസാന കാലത്തും പിരിയുമോ. എന്നിരിക്കെ പുനരന്നയുപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ. എന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്വനിന്നു തന്നെ നിൻ തിരുവടി തന്നാണേ. എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ, സങ്കടമിന്നിതു ചൊല്ലിയുണ്ടാകേണ്ട. ദാനമരുന്ധതിക്കായ്ക്കൊണ്ടു ചെയ്ക നീ ജാനകി ഹാരാതിഭൂഷണമൊക്കവേ. യുദ്ധമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു പൃഥ്വീസുരോത്തമന്മാരെ വരുത്തുവാൻ. അത്യാദരമരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും. വസ്ത്രങ്ങളാഭരണങ്ങൾ പശുക്കളുമർത്ഥമവധിയില്ലാതോളമാതരാൽ സദ്വൃത്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്ക് സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവു തന്നുടെ സേവകന്മാരായ ഭൂദേവസത്തമന്മാർക്കും കൊടുത്തിതു. പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ ആനന്ദമഗ്നരായി മാനവനായകനാശീർവചനവും ചെയ്തിതു താപസന്മാരും ദ്വിജന്മാരും. പെയ്തു പെയ്തിടും നിദശ്രുജലങ്ങളും. ജാനകി ദേവിയും അൻപോടരുന്ധതിക്കാനന്ദമുൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണവീരൻ സുമിത്രയാമമ്മയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു. നന്നായി അനുഗ്രഹം ചെയ്തു തനയനു. പിന്നെയുപദേശവാക്കുമുറ ചെയ്താൾ. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നു കൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനെന്നുള്ളിലാമോദമോടു നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ. പിന്നെ അയോധ്യയെന്നോർത്തിടവിയേ. മായാവിഹീനമീ വണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ടാദരവോടു തൊഴുതു സൗമിത്രിയും. തന്നുടെ ചാപശരാദികൾ കൈക്കൊണ്ടു
ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ. തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളരമ്യ കളേബരൻ രാഘവൻ. കാമദേവോപമൻ കാമദൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗദഭിരാമൻ ആത്മാരാമൻ അംബുജലോചനൻ. കാമാരി സേവിതൻ നാനാ ജഗന്മയൻ താതാലയം പ്രതി പോകുന്ന നേരത്തു സാദം കലർന്നൊരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ. കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യ ഹാ കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാ കണ്ടക നിമ്നോന്നതയുത ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുഗ്ധമൃദുതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കെന്നു കൽപ്പിച്ച പൃഥ്വീശ ചിത്തം കഠോരമത്രേ തുലോ. പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിലാർക്കുമില്ലിന്നലയോളവും. ഇന്നിതു തോന്നുവാനെന്തൊരു കാരണം എന്നതു കേട്ടുടൻ ചൊല്ലിനാനന്യനും. കേകയപുത്രിക്ക് രണ്ടു വരം നൃപനേകിനാൻ പോലതു കാരണം രാഘവൻ. പോകുന്നിതു വനത്തിന്നു ഭരതനും വാഴുന്നു വന്നുകൂടും ധരാമണ്ഡലം. പോകനാമെങ്കിൽ വനത്തിന്നു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ. ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാദികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോടോ സാമോദമേവമരുൾ ചെയ്തിതന്നേരം. ശ്രീരാമവാക്ക് കേട്ടോരു വൈദേഹിയും ആരൂഢതാപേന അത്യധികമായ സങ്കടം. എങ്ങനെ എന്നോടിത് പറയാൻ തോന്നി? ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു വനത്തിന്, നീ ഇവിടെ സുഖമായി ജീവിക്കൂ എന്നൊക്കെ എങ്ങനെ തോന്നി? അതാണ് ആ ആരൂഢതാപം. അങ്ങനെ സങ്കടം അടക്കി പിടിച്ചുകൊണ്ടാണ് സീതാദേവി പിന്നെയും ചൊല്ലിനാൾ. ഇങ്ങനെ ചോദിക്കുകയാണ്, നാഥ, പതിവ്രതയാം ധർമ്മപത്നി ഞാൻ പതി മാത്രം ഒരു വ്രതമായിട്ടിരിക്കുന്ന അങ്ങനെ ഒരു ധർമ്മപത്നിയാണ് ഞാൻ. അങ്ങനെയുള്ള ആ പത്നിക്ക് ആധാരവുമില്ല മറ്റെനിക്ക് ആരുമേ. ഒരു ധർമ്മപത്നിക്ക് ഈ ലോകത്തിൽ പിന്നെ ഭർത്താവ് മാത്രമാണ് ഏക ആശ്രയവും ആധാരവും. അപ്പോൾ അങ്ങ് എന്നെ വിട്ടുപോയാൽ പിന്നെ എനിക്ക് ഒരു ആധാരമില്ല. ഏതുമേ ദോഷവുമില്ല ദയാനിധേ. എന്നെ അങ്ങ് കൊണ്ടുപോകുന്നതിൽ യാതൊരു ദോഷവുമില്ല.
പാദശുശ്രൂഷാവ്രതം മുടക്കായികമേ, എൻ്റെ അങ്ങയുടെ പാദം ശുശ്രൂഷിക്കുക എന്ന ആ വ്രതം അങ്ങായിട്ട് മുടക്കരുത്. ഇനി ശ്രീരാമചന്ദ്രൻ പറഞ്ഞു രാക്ഷസന്മാരുണ്ടാകും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സീതാദേവി ചോദിക്കുകയാണ്, നിന്നുടെ സന്നിധവും അങ്ങ് എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമ്പോൾ സന്തതം വാണിയിടും, നിന്നുടെ സന്നിധവും സന്തതം വാണിയിടും, അങ്ങയുടെ കൂടെ തന്നെ വാഴുന്ന എന്നെ മറ്റാർക്കാനും പിടിച്ചുകൂടുമോ? എനിക്ക് വിശ്വാസമാണ് അങ്ങയെ, അങ്ങ് കൂടെയുള്ളപ്പോൾ ഒരാൾക്കും എന്നെ തൊടാൻ സാധിക്കില്ല. ഇനി അവിടെ കിട്ടുന്ന ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞ് അങ്ങ് പിന്തിരിപ്പിച്ചു. അത് പറയുകയാണ്, വല്ലതും മൂലഫല ജല ആഹാരങ്ങൾ വല്ലഭോച്ഛിഷ്ടം എനിക്ക് അമൃത ഉപമം. അമൃതിന് ഉപമമാണ് അങ്ങ് കഴിച്ച് ബാക്കിയാകുന്ന അതെന്തായാലും ശരി. അങ്ങ് നേരത്തെ പറഞ്ഞ പുളിപ്പുള്ളതാവട്ടെ, കയ്പുള്ളതാവട്ടെ, കഷായമാവട്ടെ, എന്തും എനിക്ക് അമൃതിന് തുല്യമാണ്. ഇനി പോകുന്ന പാതയെക്കുറിച്ച് അങ്ങ് പറഞ്ഞു, ഭർത്താവ് തന്നോടുകൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്കതും. പുഷ്പങ്ങൾ വിതറിയ ഒരു പരവതാനി പോലെയാണ് എനിക്ക്. അല്ലയോ പുഷ്പബാണ ഉപമ, പുഷ്പബാണോപമ, പുഷ്പബാണം, പൂക്കൾ ബാണമായിട്ടുള്ളവൻ കാമദേവൻ. ആ കാമദേവനെ പോലെ സുന്ദരനായിട്ടുള്ള അല്ലയോ ഭർത്താവേ, നീ വെടിഞ്ഞിടല, എന്നെ ഇവിടെ വിട്ട് അങ്ങ് പോകരുത്. ഏതുമേ പീഡയുണ്ടാകയില്ലെൻ മൂലം, ഞാൻ വന്നതുകൊണ്ട് അങ്ങേക്ക് ഒരു വിഷമവും ഉണ്ടാവുകയില്ല. അതായത് എൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞ് ഞാൻ അങ്ങയെ ബുദ്ധിമുട്ടിക്കില്ല. ഞാനായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അങ്ങയോട് പറയുകയില്ല, ഒരു പരാതിയും ഞാൻ പറയുകയുമില്ല. ഒപ്പം ഭീതിയും ഏതും എനിക്കില്ല ഭർത്താവേ, എനിക്കൊരു പേടിയുമില്ല. കാട്ടിലാണ് അങ്ങീ പറഞ്ഞതുപോലെ ക്രൂരജന്തുക്കൾ, അതൊന്നും എന്നെ പേടിപ്പിക്കുന്നില്ല. ഇത് മാത്രമല്ല, കശ്ചിൽ ഒരിക്കൽ എൻ്റെ ചെറുപ്പകാലത്ത് ദ്വിജൻ, ഒരു ബ്രാഹ്മണൻ, അദ്ദേഹം ജ്യോതിശാസ്ത്ര വിശാരദൻ, ഒരു ജ്യോതിഷ പണ്ഡിതനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ നിശ്ചയിച്ച് എന്നോട് പണ്ട് അരുളി ചെയ്തു, എന്നോടിത് മുന്നേ പറഞ്ഞതാണ്, ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്ക് സങ്കടമില്ലേതും. അങ്ങനെ ഒരു അവസരം വരും, പക്ഷേ ഒരു സങ്കടവുമില്ലാതെ പോകാം, അതിന് ഒന്നുകൊണ്ടും ഭയക്കേണ്ട എന്ന് എന്നോട് ഒരു ജ്യോതിഷ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്. ഇത്തം ഇപ്രകാരം പുരായേവ ഞാൻ കേട്ടിരിക്കുന്നത് സത്യം, അത് സത്യമായി തീർന്നു എന്ന ഒരു ആശ്വാസത്തിലാണ്, അല്ലെങ്കിൽ ആ പണ്ഡിതൻ പ്രവചിച്ചതാണല്ലോ ഇപ്പോൾ നടക്കുന്നത് എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. സത്യം അത് ഇനിയും ഒന്ന് ചൊല്ലിയിടുവൻ. ഇനി മറ്റൊരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ, രാമായണങ്ങൾ പലതും കവിവര രാമോദമോട് പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. ബാലകാണ്ഡത്തിൽ പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്നാണ് രാമായണം ഉണ്ടായത്. അത് 100 കോടി ഗ്രന്ഥമുണ്ട്, അതിലൊന്നുപോലും ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് വാൽമീകി രാമായണം രചിച്ചത് എന്ന്. അപ്പോൾ ഇവിടെ പറയപ്പെടുന്നത്, രാമായണം ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് ഈ അടുത്ത് നടന്ന ത്രേതായുഗത്തിലെ രാമായണ കഥയാണ്. ഇതുപോലെ എത്രയോ ത്രേതായുഗങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇതേപോലെ ഒരു രാമായണ കഥ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതേ രാമായണ കഥയിൽ ഇതേ സീതയും രാമനും തന്നെ കഥാപാത്രങ്ങൾ, അവരൊക്കെ തന്നെയായിരുന്നു, ഇതേ കഥ തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഞാൻ കേട്ട രാമായണം എന്നാണ് ഇവിടെ സീതാദേവി പറയുന്നത്. രാമായണങ്ങൾ പലതും കവി ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ ജാനകിയോടുകൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ. എപ്പോഴാണ്, ഏത് രാമായണത്തിലാണ്
ശ്രീരാമചന്ദ്രൻ ദേവിയെ കൂടാതെ പോയിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റൊരു താത്വികമായിട്ട് പറയുകയാണ്, ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ട്. പുരുഷന്റെ ശക്തിയാണ് പ്രകൃതി, സൂര്യന് കിരണങ്ങൾ പോലെ. അപ്പോൾ ഇത് രണ്ടും എപ്പോഴും ഒന്നിച്ച് തന്നെയാണ് ഇരിക്കേണ്ടത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ട്. പ്രകൃതിയെ വേറിട്ട് പിന്നെ പുരുഷന് നിലനിൽപ്പില്ല, അതുപോലെ പുരുഷനെ വേറിട്ട് പ്രകൃതിക്കും നിലനിൽപ്പില്ല. രണ്ടും ഒന്നത്രേ വിചാരിച്ച് കാൺകിലോ. ഇത് രണ്ടും ഒന്നാണെന്ന് അങ്ങ് ഓർക്കാത്തതെന്താണ്? ഒപ്പം തന്നെ അങ്ങ് എന്നെ വിവാഹം ചെയ്ത സമയത്ത് ചൊല്ലിയ മന്ത്രത്തിൻ്റെ അർത്ഥം അങ്ങ് മറന്നുപോയോ? പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം. വിവാഹം ചെയ്യുന്ന സമയത്ത് ആജീവനാന്തം കൂടെ ഉണ്ടാവണം എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് അങ്ങയെ ഏൽപ്പിച്ചത്. അങ്ങനെ പ്രാണാവസാന കാലത്തും പിരിയുമോ? അപ്പോൾ നമ്മൾ രണ്ടുപേരും പ്രാണാവസാന കാലം വരെ പിരിയാതെ ഇരിക്കേണ്ടവരാണ്. എന്നിരിക്കെ ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടും പുനരെന്നെ ഉപേക്ഷിച്ച് തന്നെ വനത്തിനായിട്ട് അങ്ങ് തനിച്ച് വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ, ഇത്രയൊക്കെ ഞാനിത് പറഞ്ഞിട്ടും അങ്ങത് അവഗണിച്ചു കൊണ്ട് പോവുകയാണെങ്കിൽ, എന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്വൻ ഇന്നു തന്നെ, ഞാൻ എൻ്റെ പ്രാണത്യാഗം ഇന്ന് തന്നെ ചെയ്യും എന്നത് സത്യമാണ്. നിൻതിരുവടി തന്നാണ്, അങ്ങാണ് സത്യം, ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. അപ്പോൾ ഇവിടെയും സീതാദേവിയോടുള്ള ഒരു കരുതലാണ് ശ്രീരാമചന്ദ്രൻ കാണിച്ചത്. അല്ലാതെ നേരെ വന്ന് ഞാൻ വനത്തിന് പോകുന്നു, നീയും വരൂ എൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ തൻ്റെ കഷ്ടപ്പാടിലേക്ക് അറിഞ്ഞുകൊണ്ട് ഭാര്യയെ വിളിക്കാൻ ശ്രീരാമചന്ദ്രൻ മടിക്കുകയാണ് ആദ്യം ചെയ്തത്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ സീതാദേവി സുഖമായിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ അയോധ്യയിൽ ഇരുന്നു കൊള്ളട്ടെ എന്ന നല്ല മനസ്സാണ് അവിടെ ശ്രീരാമചന്ദ്രൻ കാണിച്ചത്. എന്നാൽ ഇവിടെ സീതാദേവി ഒരു പതിവ്രതയായ ഭാര്യ എങ്ങനെ ഇരിക്കണം എന്നതും കാണിച്ചു തന്നു. അപ്പോൾ രണ്ടുപേരും പരസ്പരം കരുതൽ കൊടുത്തുകൊണ്ടുള്ള ആ ഒരു ആത്മാർത്ഥമായ ദൃഢമായ സ്നേഹത്തെയാണ് ഇവിടെ കാണിച്ചു തന്നത്. അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ ലക്ഷ്മണനോട് പറഞ്ഞതുപോലെ തന്നെ പറയുന്നു, എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടമിന്നിത് ചൊല്ലി ഉണ്ടാകേണ്ട. ഇനിയിപ്പോൾ ഇതിനെ ചൊല്ലി ഒരു സങ്കടം വേണ്ട. പോകുന്നതിന് മുൻപേ ചില കാര്യങ്ങൾ ചെയ്യണം. ദാനം അരുന്ധതിക്കായിക്കൊണ്ട് ചെയ്യുക നീ. കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ ഭാര്യയാണ് അരുന്ധതി. അപ്പോൾ ആ അരുന്ധതിക്ക് നിന്റെ എല്ലാ ആടയാഭരണങ്ങളും ഭൂഷണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ തന്നെ നീ ആ ദേവിക്ക് ദാനം ചെയ്യണം. ജാനകി ഹാരാദി ഭൂഷണമൊക്കവേ, ഇതൊക്കെ നീ ആ അരുന്ധതി ദേവിക്കായിക്കൊണ്ട് ദാനം ചെയ്യുക. യുദ്ധമരുൾ ചെയ്ത് ലക്ഷ്മണൻ തന്നോട് പൃഥ്വീസുരോത്തമന്മാരെ വരുത്തുവാൻ. പൃഥ്വി ഭൂമിയിലെ സുരോത്തമന്മാർ എന്നാൽ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ. അപ്പോൾ ലക്ഷ്മണനോട് പറഞ്ഞു അവരെ വരുത്തുക. എന്നിട്ട് അത്യാദരമരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്ര ഉത്തമന്മാരെ വരുത്തി കുമാരനും. അങ്ങനെ ലക്ഷ്മണൻ അവിടെയുള്ള എല്ലാ ബ്രാഹ്മണ ശ്രേഷ്ഠരെയും വരുത്തി അവർക്ക് ദാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏതൊരു നല്ല കാര്യം, ഇവിടെ വനയാത്ര ശ്രീരാമചന്ദ്രനെ സംബന്ധിച്ച് അതും ഒരു നല്ല കാര്യമാണ്. ഒപ്പം എല്ലാം ഉപേക്ഷിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന, ഒരു പ്രതീകമാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, പശുക്കളും അർത്ഥം, ധനം അവധിയില്ലാതോളം എത്രയെന്ന് തിട്ടപ്പെടുത്താതെ ആദരാൽ, അത്രയും അത്യാദരാൽ സദ്വൃത്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി, സദ്വൃത്തരായിട്ടുള്ള, വെറുതെ ആ ഒരു ജാതിയിൽ ജനിച്ചതുകൊണ്ട് മാത്രമല്ല ആ സ്വഭാവം കൊണ്ടും സാത്വിക ഗുണികളായിട്ടുള്ള അവർ കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരാണ്.
സ്വന്തം കുലത്തിൻ്റെ ശീലങ്ങളെ നേരായ രീതിയിൽ, നല്ല രീതിയിൽ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന കുടുംബികളാകിയ, ഗൃഹസ്ഥന്മാരാകിയ വേദവിജ്ഞാനികളാം, വേദം നന്നായിട്ട് അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കുന്ന ദ്വിജേന്ദ്രന്മാർക്ക്, ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്ക് സാദരം ദാനങ്ങൾ ചെയ്തു, ബഹുവിധം എല്ലാം ദാനം ചെയ്തു. ഒപ്പം മാതാവ് തന്നെ സേവകന്മാരായ തൻ്റെ അമ്മയെ സേവിക്കാൻ വേണ്ടി, അമ്മയ്ക്ക് എപ്പോൾ ആവശ്യം വരുമ്പോഴും പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഭൂദേവ സത്തമന്മാർ, ഇവിടെയും ബ്രാഹ്മണന്മാരെയാണ് പറയുന്നത്, അവർക്കും കൊടുത്തിതു, അവരെയും സന്തോഷിപ്പിച്ചു. പിന്നെ നിജ അന്തഃപുരവാസികൾക്കും, അവിടെ കൊട്ടാരത്തിലെ സേവ ചെയ്യുന്ന എല്ലാവർക്കും, മറ്റന്യരാം സേവകന്മാർക്കും എല്ലാവർക്കും, ആ കൊട്ടാരത്തിൽ ഈ ശ്രീരാമചന്ദ്രനു വേണ്ടി ഇത്രയും നാൾ ഏത് രീതിയിലുള്ള സേവനം ചെയ്തുവോ അവർക്കൊക്കെ തന്നെ ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ, അങ്ങനെ ദാനങ്ങൾ കൊടുക്കാൻ സാധിച്ചതുകൊണ്ട് ആനന്ദമഗ്നരായി. ആ കിട്ടിയവരും ആനന്ദിച്ചു, ഒപ്പം ഭഗവാനും വലിയ സന്തോഷമായി. എന്നിട്ട് മാനവനായകന് ആശീർവചനവും ചെയ്തിതു. ആ യാത്രയ്ക്ക് എല്ലാ മംഗളങ്ങളും നേർന്നു ആ ദാനം ലഭിച്ച ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ. ഒപ്പം താപസന്മാരും ദ്വിജന്മാരും എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു. അതോടൊപ്പം തന്നെ അവർക്കും സങ്കടം സഹിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ കണ്ണുനീരും ഒപ്പം ഉണ്ടായിരുന്നു. അനുഗ്രഹങ്ങളോടൊപ്പം തന്നെ കണ്ണുനീരും അങ്ങനെ വാർത്തുകൊണ്ടാണ് അവരനുഗ്രഹിച്ചത് എന്ന് പറയുകയാണ്. ജാനകി ദേവിയും അൻപോട് സ്നേഹത്തോടെ അരുന്ധതി ദേവിക്ക് ആനന്ദം ഉൾക്കൊണ്ട് ദാനങ്ങൾ നൽകിനാൻ. ഇനി ലക്ഷ്മണവീരൻ സുമിത്രയാം അമ്മയെ, തൻ്റെ അമ്മയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു. കൗസല്യയെ ഏൽപ്പിക്കുകയാണ്, എൻ്റെ അമ്മയെ നോക്കിക്കോളണം. അപ്പോൾ അവർ പരസ്പരം നോക്കണം എന്നർത്ഥം. അങ്ങനെ വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ച് എടുത്ത്, സന്തോഷത്തോടെ എടുത്ത് സമാശ്ലേഷവും ചെയ്ത് നന്നായി അനുഗ്രഹം ചെയ്ത് തനയന് പിന്നെ ഉപദേശവാക്കുമുര ചെയ്താൾ. അങ്ങനെ ലക്ഷ്മണനെ സുമിത്രാദേവി അനുഗ്രഹിക്കുകയാണ്, ആശീർവദിക്കുകയാണ്. ഒപ്പം ഒരു മഹത്തായ ഒരു ഉപദേശവും കൊടുക്കുകയാണ്. വാൽമീകി രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ശ്ലോകം എന്ന് അറിയപ്പെടുന്നത് ഈ സുമിത്രയുടെ ഉപദേശമാണ്. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവീം വിദ്ധി ഗച്ഛതാത യഥാസുഖം. ഈ ഒരു ശ്ലോകമാണ് വാൽമീകി രാമായണത്തിൽ വെച്ച് തന്നെ എല്ലാ ശ്ലോകങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കരുതപ്പെടുന്നത്. രാമം ദശരഥം വിദ്ധി, ജ്യേഷ്ഠനാണ് രാമൻ. പക്ഷേ ആ കാട്ടിലെത്തിക്കഴിഞ്ഞാൽ രാമനെ ദശരഥനായിട്ട് വിദ്ധി, നീ അറിയുക, എന്നാൽ കണക്കാക്കണം, കരുതണം. അങ്ങനെ മാം വിദ്ധി ജനകാത്മജാം, ജനകാത്മജയെ സീതാദേവിയെ ജ്യേഷ്ഠത്തിയായിട്ടല്ല ഞാൻ തന്നെയായിട്ട് കാണണം. അയോധ്യാം അടവീം വിദ്ധി, അടവി ആ കാനനത്തെ, അവിടുത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഓർത്ത് വിഷമിക്കരുത്, അത് അയോധ്യ തന്നെയായിട്ട് കാണണം. ഇങ്ങനെ ഗച്ഛ താത, താത എന്നതുകൊണ്ട് വത്സ, എൻ്റെ കുഞ്ഞേ എന്നുള്ള ഒരു വാത്സല്യമാണ്. കുഞ്ഞേ നീ യഥാസുഖം ഗച്ഛ, പോയി വരൂ മകനെ എന്നാണ് ആ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം. അത് തന്നെയാണ് ഇവിടെ മലയാളത്തിൽ പറയുന്നത്. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ, നീ മുന്നിൽ നടക്കണം. ആ കാട് വഴികളൊക്കെ വെട്ടിത്തെളിച്ചുകൊണ്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നീ മുന്നിൽ നടക്കണം. എന്നിട്ട് രാമനെ നിത്യം ദശരഥൻ എന്ന് ഉള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ, പിന്നെ അയോധ്യയെന്നോർത്തീടവിയെ,
കാനനത്തെ അയോധ്യയെന്ന് കരുതിക്കൊള്ളുക. മായാവിഹീനം, ഒരു ഭ്രമവും ഒരു കാപട്യവും മനസ്സിലേക്ക് വരരുത്. അങ്ങനെ ഈ ഒരു വാക്കുകളെ ഉറപ്പിക്കുക, മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിച്ച് പോയാലുമെങ്കിൽ സുഖമായി വരികതേ, എന്നിട്ട് സുഖമായി തിരിച്ചു വരിക. മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ട്, അമ്മയുടെ വാക്കുകളെ ശിരസാ വഹിച്ചുകൊണ്ട് ആദരവോടു തൊഴുതു സൗമിത്രിയും, എന്നിട്ട് തന്നെ ചാപശരാദികൾ കൈക്കൊണ്ട് തൻ്റെ അമ്പും വില്ലുമൊക്കെ എടുത്ത് ചെന്ന് രാമാന്തികെ നിന്ന് വണങ്ങിനാൻ. ശ്രീരാമചന്ദ്രനെ വണങ്ങി. തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ, അച്ഛനായ ദശരഥ മഹാരാജാവിനെ വന്ദിപ്പാൻ പോകുന്ന നേരത്ത്, ഇവിടെ ശ്രീരാമചന്ദ്രന്റെ കൊട്ടാരത്തിൽ നിന്നും ദശരഥ മഹാരാജാവിൻ്റെ ആ അന്തഃപുരത്തിലേക്ക് പോകുമ്പോൾ വഴിക്ക് വെച്ച് കാണുന്ന മറ്റുള്ള പൗരജനങ്ങളെ രാഗമോടെ, അവരോട് അത്രയും ഇഷ്ടത്തോടെ അവരെ കടാക്ഷിച്ചു. കുതൂഹലാൽ, ഒരു കൗതുകത്തോടെ. കാരണം അവരുടെ ആ സങ്കടം കാണുമ്പോൾ ശ്രീരാമചന്ദ്രനും വിഷമമുണ്ട്. അപ്പം അവരെ ആശ്വസിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ് തൻ്റെ ഒരു നോട്ടം കൊണ്ട്. കോമളനായ കുമാരൻ മനോഹരൻ, ശ്യാമള രമ്യ കളേബരൻ രാഘവൻ, കാമദേവ ഉപമൻ, കാമതൻ, എല്ലാ കാമങ്ങളെയും തരുന്നവൻ, സുന്ദരൻ രാമൻ തിരുവടി, നാനാജഗത് അഭിരാമൻ, ഈ ജഗത്തിനെ മുഴുവൻ അഭിരമിപ്പിക്കുന്നവൻ, ആത്മാരാമൻ, അംബുജലോചനൻ, കാമാരി സേവിതൻ, കാമാരിയായിട്ടുള്ള പരമശിവനാൽ സേവിക്കപ്പെടുന്നവൻ, നാനാജഗന്മയൻ. ഇങ്ങനെയുള്ള ശ്രീരാമചന്ദ്രൻ താതാലയം പ്രതി പോകുന്ന നേരത്ത്, അച്ഛൻ്റെ അന്തഃപുരത്തിലേക്ക് പോകുന്ന സമയത്ത് സാദം കലർന്നൊരു പൗരജനങ്ങളും, ആ പൗരജനങ്ങളൊക്കെ പാദചാരേണ നടക്കുന്നത് കണ്ട്, അങ്ങനെ വെറും കാലോടെ അങ്ങനെ നടക്കുന്നത് കണ്ടിട്ട് ഖേദം കലർന്ന് പരസ്പരം ചൊല്ലിനാർ. അവർ കഷ്ടത്തോടെ, ആ ദുഃഖം സഹിക്കവയ്യാതെ പരസ്പരം പറയുകയാണ്, കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യഹ, നോക്കൂ നോക്കൂ, ഇതെന്തൊരു കഷ്ടമാണ്, കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ, വെറും കാലുകൊണ്ട് മറ്റുള്ള ഒരാളുടെയും സഹായം ഇല്ലാതെ, ശർക്കരാ കണ്ടകം, കല്ലും മുള്ളും നിറഞ്ഞ നിമ്ന ഉന്നതയുത ദുർഘടമായുള്ള, ഉയർച്ചയും താഴ്ചയുമുള്ള ദുർഘടമായ ദുർഗമാർഗങ്ങളിൽ, അത്രയും കഠിനമായ മാർഗങ്ങളിൽ, രക്തപത്മത്തിന് കാഠിന്യമേകുന്ന, ഇവിടെ ഭഗവാന്റെ പാദങ്ങളുമായി താരതമ്യം ചെയ്താൽ താമരയ്ക്ക് കഠിനതയുള്ളതായി തോന്നുന്നതാണ്. അതാണ് ഉപമ. അതായത് അത്രയും മൃദുലമായ പാദങ്ങൾ. ഇതുകൊണ്ടാണല്ലോ ദൈവമേ ആ കല്ലും മുള്ളും നിറഞ്ഞ കാട്ടിലൂടെ നടക്കേണ്ടത്. മുഗ്ധ മൃദുതര സ്നിഗ്ധപാദങ്ങളാൽ, അത്രയും കോമളമായിട്ടുള്ള ഈ ഒരു പാദങ്ങളാൽ നിത്യവും വനാന്തേ നടക്കെന്ന് കൽപ്പിച്ച, ഇങ്ങനെ ആ രാമചന്ദ്രൻ 14 വർഷം ഇങ്ങനെയുള്ള കാട്ടിൽ നടക്കട്ടെ എന്ന് ആജ്ഞാപിച്ച ആ പൃഥ്വീശ ചിത്തം, ദശരഥ മഹാരാജാവിൻ്റെ ആ ഒരു ഹൃദയം ഇത്ര കഠോരമായി പോയോ? കഠോരമത്രേ തുലോം. എന്നാൽ ഇന്നലെ വരെ പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിൽ ആർക്കുമില്ല ഇന്നലെയോളവും. ഇന്നലെ വരെ എന്തായിരുന്നു ഇവിടെ? ദശരഥ മഹാരാജാവിന് രാമ രാമ എന്നല്ലാതെ വേറെ ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല. ഇന്നിത് തോന്നുവാൻ എന്തൊരു കാരണം? ഇതെന്താണ് പറ്റിയത്? ഒരു രാത്രി കൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെ മാറാൻ രാജാവിന് സാധിച്ചത്? ഇങ്ങനെ ഒരാളിങ്ങനെ ആൾക്കൂട്ടത്തിൽ നിന്ന് പറയുകയാണ്. എന്നത് കേട്ടുടൻ ചൊല്ലിനാൻ അന്യനും. ഇത് കേട്ട മറ്റൊരാൾ പറഞ്ഞു കൊടുക്കുകയാണ്, രാജാവിനെ കുറ്റപ്പെടുത്തണ്ട, കേകയപുത്രിക്ക് 2 വരം നൃപനേകിനാൻ പോലതു കാരണം, അത് കാരണമാണ് രാഘവൻ പോകുന്നിതു വനത്തിന്. ഭരതനും വാഴ്കെന്ന് വന്നുകൂടും ധരാമണ്ഡലം, ഈ ഭൂമിമണ്ഡലം, ഈ രാജ്യം ഇനി ഭരതൻ ഭരിക്കും.
ഇങ്ങനെയാണ് ഒരു വരം കൊടുത്തു വെച്ചു, വേറെ നിവൃത്തിയില്ല രാജാവിന്. അപ്പോൾ എല്ലാവരും പറയുകയാണ്, ശരി എങ്കിൽ പോകനാമെങ്കിൽ വനത്തിനുകൂടവേ, എങ്കിൽ നമ്മളും പോകും. രാമനില്ലാത്ത അയോധ്യ നമുക്ക് വേണ്ട, അങ്ങനെ ഞങ്ങളും പോവും. രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ, ശ്രീരാമനെ വേർപെട്ട് ഞങ്ങൾ എന്തിനിവിടെ ജീവിക്കണം. ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാദികൾ വാക്കുകേട്ടോരനന്തരം, അങ്ങനെ ആ അന്തഃപുരവാസികളായിട്ടുള്ള ബ്രാഹ്മണന്മാരൊക്കെ പരസ്പരം പറയുന്നത് കേട്ടിട്ട് അതിനിടയിലുള്ള ഒരു ഋഷി തുല്യനായിട്ടുള്ള വാമദേവൻ പുരവാസികൾ തമ്മോട്, ആ അന്തഃപുരവാസികളോട് സാമോദം, സന്തോഷത്തോടെ, നിങ്ങൾ ആരും ഇങ്ങനെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന അർത്ഥത്തിൽ സാമോദം ഏവമരുൾ ചെയ്തിതന്നേരം അവരോട് ചില രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഓം ശ്രീരാമചന്ദ്രായ